ഇന്നത്തെ ആദ്യത്തെ ബ്രേക്കിംഗ് വാർത്തയിലേക്കാണ് റിപ്പോർട്ടർ പ്രവേശിക്കുന്നത്. ആദ്യത്തെ ബ്രേക്കിംഗ് വാർത്തയുമായി പ്രേക്ഷകർക്കൊപ്പം ചേരുന്നത് സാനിയ മനോമിയാണ്. വെരി ഗുഡ് മോർണിംഗ് സാനിയ മനോമി. വളരെ സന്തോഷത്തിലാണെന്ന് തോന്നുന്നു. ഗുഡ് മോർണിംഗ് അരുൺകുമാർ. ഇന്നിപ്പോൾ നല്ലൊരു കാലാവസ്ഥയുള്ള ഒരു ദിവസമാണ്, നല്ല തണുപ്പൊക്കെയുള്ള ഒരു അടിപൊളി ദിവസമാണ്. ഒരു ബ്രേക്കിംഗ് വാർത്തയും ഉണ്ട്. അതെ, ചില്ലായ ദിവസമാണ്. പക്ഷേ ചില്ലായ ഒരു വാർത്തയല്ല വരുന്നത്, ചിലരെങ്കിലും ചില്ലിങ് ആവുന്ന വാർത്തയാണ് എന്ന് തോന്നുന്നു. എന്തായാലും ആ ആത്മഹത്യാ പ്രേരണ കുറ്റം കോൺഗ്രസിനെ വല്ലാതെ വലയ്ക്കുന്നുണ്ട്. മാത്രവുമല്ല NM വിജയൻ എഴുതിയ കത്തിലെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചില മുതിർന്ന നേതാക്കളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരുടെ പേര് വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കോൺഗ്രസ് പ്രതിരോധത്തിലാണെന്ന് തോന്നുന്നു. എന്താണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വിവരങ്ങൾ സാനിയോ? അതായത് NM വിജയൻ എഴുതിയ ആത്മഹത്യാക്കുറിപ്പ് ഏറെ ചർച്ച ചെയ്തൊരു ആത്മഹത്യാക്കുറിപ്പാണ്. ആ ആത്മഹത്യാക്കുറിപ്പിനെ കുറിച്ച് ഇതുവരെയും വയനാട് MP ആയിരുന്ന സോണിയാഗാന്ധിയോ അല്ലെങ്കിൽ മുൻ MP ആയിരുന്ന രാഹുൽ ഗാന്ധിയോ ഒന്നും പറഞ്ഞിട്ടില്ല. ആത്മഹത്യയെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളത് അവിടെ നിൽക്കുകയാണ്. അതിനെക്കുറിച്ച് പല വിമർശനങ്ങളും ഉയരുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് പ്രിയങ്ക ഗാന്ധിയുടെ പേഴ്സണൽ സ്റ്റാഫിലുള്ളതും അതുപോലെ മുൻപ് രാഹുൽ ഗാന്ധിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ ഉണ്ടായിരുന്നതുമായ രണ്ടുപേരുടെ പേര് NM വിജയന്റെ ഈ ആത്മഹത്യാക്കുറിപ്പിൽ ഉണ്ട് എന്നത് ഏറ്റവും ഗൗരവതരമായി പുറത്തു വരുന്നത്. അതായത് പ്രിയങ്ക ഗാന്ധിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗം രതീഷ് കുമാർ, അതുപോലെ രാഹുൽ ഗാന്ധി MP ആയിരുന്നപ്പോൾ പേഴ്സണൽ സ്റ്റാഫിലുണ്ടായിരുന്ന മുജീബ് KA എന്നിവരുടെ പേരാണ് ആത്മഹത്യാക്കുറിപ്പിലുള്ളത്. ഇവർ രണ്ടുപേരും NGO അസോസിയേഷന്റെ പ്രവർത്തകരാണ്. IC ബാലകൃഷ്ണന് 7 ലക്ഷം കൊടുത്തത് മുജീബിനും അതുപോലെ രതീഷിനും അറിയാമെന്നാണ് കുറിപ്പിൽ പറയുന്നത്. ബിജു തൊടുവണ്ടി എന്നയാളോട് വാങ്ങിയ പണം കിട്ടാതായതോടുകൂടി ബിജു ഈ IC ബാലകൃഷ്ണൻ MLA വീട്ടിൽ വന്ന് ബഹളമുണ്ടാക്കുകയും അങ്ങനെ ഇത് തിരിച്ചു കൊടുക്കാൻ വേണ്ടി MLA തയ്യാറാകാതെ വന്നപ്പോൾ ഇരുവരുടെയും, അതായത് മുജീബിന്റെയും രതീഷിന്റെയും സാലറി സർട്ടിഫിക്കറ്റ് വെച്ച് ലോൺ എടുത്താണ് പണം കൊടുത്തത് എന്നുമാണ് NM വിജയൻ ഈ ഒരു ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത്. 2017-18 നടന്ന ഒരു സംഭവമാണിത്. അന്ന് രാഹുൽ ഗാന്ധി MP ആയപ്പോൾ ഇദ്ദേഹം, അതായത് മുജീബ് അദ്ദേഹത്തിന്റെ സ്റ്റാഫിലുണ്ട്. പിന്നീടാണ് ഇവരെ, അതായത് പ്രിയങ്ക ഗാന്ധിയുടെ സ്റ്റാഫിലേക്ക് രതീഷ് വരുന്നത്. ഏതായാലും ഇവരുടെ രണ്ടുപേരുടെയും സാലറി സർട്ടിഫിക്കറ്റ് വെച്ചുകൊണ്ടാണ് ബിജു തൊടുവണ്ടിക്ക് വേണ്ട പണം IC ബാലകൃഷ്ണൻ MLAക്ക് കൊടുക്കാതെ വന്നപ്പോൾ വാങ്ങിക്കൊടുത്തത് എന്നതാണ് ഇദ്ദേഹം പറയുന്നത്. രാഹുൽ ഗാന്ധി MP ആയിരുന്നപ്പോൾ ഒരു കേസ് ഉണ്ടായിരുന്നു. അതായത് ഈ ഗാന്ധിജിയുടെ ഫോട്ടോ നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് SFI പ്രവർത്തകർക്ക് ഈ MP ഓഫീസിലേക്ക് കയറിയതുമൊക്കെയായി ബന്ധപ്പെട്ടൊരു കേസ് ഉണ്ടായിരുന്നു. ആ കേസിലെ 1-ാം പ്രതി കൂടിയാണ് മുജീബ് എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. ഏതായാലും കൂടുതൽ പ്രതിരോധത്തിലേക്ക് പോവുകയാണ്. ഈ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളുടെ തന്നെ പേര് വന്നതോടുകൂടി ഈ വിഷയത്തിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധിയും അതുപോലെ പ്രിയങ്ക ഗാന്ധിയും പ്രതികരിക്കേണ്ടത് അത്യാവശ്യമായി വന്നിരിക്കുകയാണ്. അരുൺ, അതായത് രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും പേഴ്സണൽ സ്റ്റാഫിലുണ്ടായിരുന്ന, ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെ പേഴ്സണൽ സ്റ്റാഫിലാണ് ഈ രതീഷ് കുമാർ ഉള്ളത്, അല്ലേ? നേരത്തെ നമ്മൾ പറഞ്ഞു വന്നപ്പോൾ സോണിയാഗാന്ധി എന്നറിയാതെ പറ്റിപ്പോയതാണ്. അത് രാഹുൽ ഗാന്ധി എന്നായി പ്രേക്ഷകർ തിരിച്ചു വായിക്കണം. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും എന്നുള്ളതാണ് നാക്കുപിഴ മാത്രമായിട്ട് കണക്കാക്കുക. അപ്പോൾ സാനിയോ, ഈ പ്രിയങ്ക ഗാന്ധിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ ഇപ്പോഴും തുടരുന്നുണ്ട് രതീഷ്, അല്ലേ? അതെ, പേഴ്സണൽ സ്റ്റാഫിൽ ഇപ്പോഴും രതീഷ് തുടരുന്നുണ്ട്. രാഹുൽ ഗാന്ധി MP ആയപ്പോൾ മുജീബ് KA അന്ന് പേഴ്സണൽ സ്റ്റാഫിലുണ്ടായിരുന്നു. മാത്രവുമല്ല രണ്ടുപേരും NGO അസോസിയേഷന്റെ നേതാക്കൾ കൂടിയാണ് വയനാട്ടിലെ. ഇവരുടെ സാലറി സർട്ടിഫിക്കറ്റ് വെച്ചുകൊണ്ടാണ് ബിജു തൊടുവണ്ടിക്ക് വേണ്ടി അന്ന് NM ബാലകൃഷ്ണൻ പൈസ വാങ്ങിക്കൊടുത്തത്. IC ബാലകൃഷ്ണൻ പൈസ കൊടുക്കാതെ വന്നപ്പോൾ ബഹളമടക്കം ഉണ്ടാക്കിയതിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ പൈസ വാങ്ങിക്കൊടുത്തത് എന്നാണ് NM വിജയന്റെ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത്. ഓക്കെ, എന്തായാലും ഈ വിഷയത്തിൽ പ്രിയങ്ക ഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും ഒന്നും പ്രതികരണം ഇതുവരെയും വന്നിട്ടില്ല. പക്ഷെ അവരിൽ നിന്നും അറിഞ്ഞിട്ടുണ്ടാവാൻ സാധ്യതയില്ലല്ലോ. സ്വാഭാവികമായും ഇത് പ്രാദേശികമായി നടന്ന ഇടപാടായിട്ടാണ് നമ്മൾ അറിയുന്നത്. ആ പ്രാദേശിക ഇടപാടിൽ DCC നേതൃത്വം വരെ അതിൽ ഇപ്പോൾ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാഹുൽ ഗാന്ധി MP ആയിരുന്നപ്പോൾ പേഴ്സണൽ സ്റ്റാഫിലുണ്ടായിരുന്ന ഒരു KA മുജീബ്, അതേപോലെ പ്രിയങ്ക ഗാന്ധിയുടെ ഇപ്പോഴത്തെ സ്റ്റാഫ് അംഗം ഒരു രതീഷ് കുമാർ, ഇവരുടെ രണ്ടുപേരുടെയും പേരുകൾ ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശിക്കുന്നുവെന്നാണ് സാനിയോ റിപ്പോർട്ട് ചെയ്യുന്നത്. IC ബാലകൃഷ്ണന് 7 ലക്ഷം കൊടുത്തത് രതീഷിനും മുജീബിനും അറിയാം എന്നാണ് കുറിപ്പിൽ പറയുന്നത്. ഇനി അങ്ങനെയാണെങ്കിൽ അവരുടെ മൊഴി എടുക്കുമോ എന്നതാണ് അറിയേണ്ടത്. ഇത് പ്രിയങ്ക ഗാന്ധിയൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടാവും ഒരു പക്ഷേ എന്നുള്ളതാണ്. പ്രിയങ്ക ഗാന്ധിയോ രാഹുൽ ഗാന്ധിയോ ഇതൊന്നും മനസ്സാറിഞ്ഞിട്ടുണ്ടാവില്ല. ഇത്തരം കാര്യങ്ങളൊന്നും തന്നെ സംസ്ഥാന നേതൃത്വവും ഒരു പരിധിവരെ ഈ കാര്യം NM വിജയൻ അറിയിച്ചിരുന്നുവെങ്കിലും ഇതിൽ നേരിട്ട് ഇടപെട്ടിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. KPCC പ്രസിഡന്റ് പറഞ്ഞത് താൻ ഇടപെട്ട് എല്ലാവരോടും ഒരു വാണിംഗ് കൊടുത്തിരുന്നതാണ്, തൂങ്ങിയാൽ എല്ലാവരും തൂങ്ങുമേ എന്ന് പറഞ്ഞിരുന്നു എന്നുള്ളതാണ്. പക്ഷെ അന്നും DCC നേതൃത്വം അത് വലിയ പ്രാധാന്യത്തോടു കൂടി എടുത്തിരുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇപ്പോൾ സമയം 8